everybody, welcome to Dent Easy with MJ. So ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് പാസീവ് ഇമ്മ്യൂണിറ്റിയെ കുറിച്ചിട്ടാണ്. സോ പാസീവ് ഇമ്മ്യൂണിറ്റി മെയിൻലി നമുക്കൊരു 5 മാർക്കോ 3 മാർക്കിനൊക്കെ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ചോദ്യം കൂടിയാണ് ഈ പാസീവ് ഇമ്മ്യൂണിറ്റി. അപ്പോൾ പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഇമ്മ്യൂണിറ്റി തരുന്ന നമ്മുടെ ബോഡിയിലുള്ള ആൻറ്റിബോഡീസാണ്. പക്ഷേ നമ്മൾ പുറമേ നിന്ന് നമ്മൾ ആൻറ്റിബോഡീസിനെ കൊണ്ടുവരുവാണ്. അതിനെ നമ്മൾ പ്രീ ഫോംഡ് ആൻറ്റിബോഡീസ് എന്ന് പറയുന്നത്. നമ്മൾ വാടകയ്ക്കോ കൊണ്ടുവരാമെന്നൊക്കെ പറയില്ലേ, അതേപോലത്തെ പരിപാടിയാണ് ഈ പാസീവ് ഇമ്മ്യൂണിറ്റിയിൽ നമ്മൾ മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് പ്രീ ഫോം ചെയ്തിരിക്കുന്ന ആൻറ്റിബോഡീസിനെ നമ്മൾ കൊണ്ടുവരുവാണ്. സോ ഈ പ്രീ ഫോംഡ് ആയിട്ടുള്ള ആൻറ്റിബോഡീസ് നമ്മുടെ ബോഡിയിലേക്ക് വന്നിട്ട് നമുക്ക് ഇമ്മ്യൂണിറ്റി തരുന്ന പരിപാടിയാണ് ഈ പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഇവർ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്കൊരു ഇമ്മ്യൂണിറ്റി തരുന്നതാണ്. പക്ഷേ ഒരു കുറച്ച് കാലം ഉണ്ടാവുള്ളൂ, ഇത്ര വീക്സ് വരെ മാത്രമേ ഈ ആൻറ്റിബോഡീസ് നിലനിൽക്കുള്ളൂ. അത് കഴിഞ്ഞാൽ അവർ നമ്മുടെ ബോഡിയിൽ നിന്നും കാണാണ്ടാവും, എന്നുവെച്ചാൽ അവർ പോവും. പിന്നെ പറയുന്ന കേസ് എന്ന് പറയുന്നത്, ഇനി നമ്മുടെ സെക്കൻഡ് ടൈം സെയിം ബാക്ടീരിയ നമ്മുടെ ബോഡിയിലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ ഈ ആൻറ്റിബോഡീസിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റില്ല, അതിന് മെമ്മറി ഇല്ല. സോ ഇതാണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത്. ആൻഡ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമ്മുടെ സെക്കൻഡ് ടൈം നമ്മുടെ ഈ പ്രീഫോം ചെയ്ത ആൻറ്റിബോഡീസ് നമ്മുടെ ബോഡിയിലേക്ക് കയറ്റുന്ന സമയത്ത്, ഇതിൽ പറയാൻ ഷോർട്ടായിട്ട് എഴുതിയതാണ്, നമ്മൾ സെക്കൻഡ് ടൈം നമ്മുടെ ബോഡിയിലേക്ക് ഈ ആൻറ്റിബോഡീസ് കയറുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ആൻറ്റിബോഡീസിലെ ഇവർ നമ്മുടെ ഈ പ്രീഫോം ചെയ്തിരിക്കുന്ന കൊണ്ടുവന്ന ഈ നമ്മുടെ വാടകയ്ക്ക് എടുത്ത ആൻറ്റിബോഡീസിനെ നശിപ്പിക്കും. അതാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇമ്മ്യൂണിറ്റി തരുന്നുണ്ട്. ഇതാണ് ഇമ്മ്യൂണിറ്റി ആയുള്ള പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. സോ അതാണ് ഇവരുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് നമ്മൾ മെയിൻലി പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് 2 തരത്തിലുള്ള പാസീവ് ഇമ്മ്യൂണിറ്റിയാണ്. അത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളതും നാച്ചുറൽ ആയിട്ടുള്ള പാസീവ് ഇമ്മ്യൂണിറ്റിയാണ് പറയുന്നത്. സോ നാച്ചുറൽ ആയിട്ടുള്ള പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് മദറിൽ നിന്നും ഫീറ്റസിലോട്ട് പ്ലാസൻ്റ വഴി ആൻറ്റിബോഡിയെ പാസ് ചെയ്യിപ്പിക്കുന്ന പരിപാടിയാണ് ഈ നാച്ചുറൽ ആയിട്ടുള്ള പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് നമ്മൾ മെയിൻലി പറയുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മൾ മെയിനായിട്ട് ഓക്കെ. ഇതിൽ പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ കുട്ടി ആഫ്റ്റർ ബർത്തിന് ശേഷം നമുക്ക് ഇമ്മ്യൂണിറ്റി കിട്ടുന്നത് നമ്മുടെ മിൽക്കിൽ നിന്നായിരിക്കും. മിൽക്കിലുള്ള കൊളസ്ട്രോൾ എന്ന് പറയുന്ന യെല്ലോ കളേർഡ് ആയിട്ടുള്ള സംഭവമുണ്ട്. അതിൽ IgA എന്ന് പറയുന്ന ഒരു ആൻറ്റിബോഡി പ്രസൻ്റ് ആയിരിക്കും. അതാണ് നമുക്ക് ഈ പറഞ്ഞ ആഫ്റ്റർ ബർത്തിന് ശേഷം കുട്ടിക്ക് ഒരു ഇമ്മ്യൂണിറ്റി നൽകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആൻറ്റിബോഡി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ IgM ആൻറ്റിബോഡി ഉണ്ടാവും. അത് നമ്മുടെ ഫീറ്റൽ സ്റ്റേജിലുണ്ടായിരിക്കുക. ഒരു 3 വയസ്സ് പ്രായമുള്ളപ്പോഴായിരിക്കും ഈ കുട്ടിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഇമ്മ്യൂണിറ്റി കിട്ടുന്നത് എന്ന് നമ്മൾ മെയിൻലി ഇവിടെ പറയുന്നത്. ഓക്കെ, അടുത്തത് നമ്മൾ പറയുന്നതാണ് ആർട്ടിഫിഷ്യൽ പാസീവ് ഇമ്മ്യൂണിറ്റി. സോ ഈ ആർട്ടിഫിഷ്യൽ പാസീവ് ഇമ്മ്യൂണിറ്റിയിൽ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഇവിടെ നമ്മുടെ ആൻറ്റി ടെറ്റനസ് സിറം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് നമ്മൾ ഈ ഒരു ഹോഴ്സിലേക്ക് നമ്മൾ ഇൻഫെക്ഷൻ നമ്മൾ കുത്തിവെക്കുമ്പോൾ, ബാക്ടീരിയനെ കുത്തിവെക്കുമ്പോൾ അവിടെ ആൻറ്റിബോഡി ഫോം ചെയ്യും. സോ ആ ആൻറ്റിബോഡിയിൽ നിന്നും ഉണ്ടാക്കിയതാണ് ഈ ആൻറ്റി ടെറ്റനസ് സിറം എന്ന് പറയുന്നത്. ഈ ആൻറ്റി ടെറ്റനസ് സിറം നമ്മൾ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത് നമുക്ക് ഹ്യൂമൻ ബീങ്സിന് ചില സമയത്ത് അലർജി കോസ് ചെയ്യിപ്പിക്കും, ഹൈപ്പർ സെൻസിറ്റിവിറ്റി കോസ് ചെയ്യിപ്പിക്കും. സോ ആ കേസുകളിൽ നമ്മൾ ഈ ആൻറ്റി ടെറ്റനസ് സിറത്തെ നമ്മൾ ഉപയോഗിക്കാറില്ല. പകരം നമ്മൾ TIG ആണ് നമ്മളിവിടെ മെയിൻലി ഉപയോഗിക്കുന്നത്. അതിന് അടുത്തത് കൺവാലസൻറ്റും അതേപോലെ തന്നെ വേറൊരു കാര്യമാണ് ഗാമ ഗ്ലോബുലിൻ. ഈ ഹ്യൂമൻ ഗാമ ഗ്ലോബുലിനെയും കൺവലസൻസിനെയും നമ്മൾ പൂൾഡ് ഹ്യൂമൻ ഗാമ ഗ്ലോബുലിനെയും കൺവലസൻസിനെയും നമ്മൾ രണ്ടുപേരെയും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ വൈറലായ ഇൻഫെക്ഷനിൽ നിന്നും നമുക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് കൺവലസൻസും അതേപോലെ തന്നെ ഈ പറഞ്ഞ പൂൾഡ് ഹ്യൂമൻ ഗാമ ഗ്ലോബുലിൻ അതിൻ്റെ നമ്മൾ രണ്ടിനും കൊടുക്കുന്നത്. ഇനി ഇവിടെ പറയുന്ന കേസ് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു പ്രൊട്ടക്ഷൻ തരും, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു പ്രൊട്ടക്ഷൻ തരുന്ന ഒരു കാര്യമാണ് ഈ പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് പറയുകയാണെങ്കിൽ, നമ്മൾ സ്നേക്ക് ബൈറ്റിൻ്റെ സമയത്ത് നമ്മൾ ആൻറ്റിവെനം നമ്മൾ കൊടുക്കുമല്ലോ, അതൊരു എക്സാമ്പിളായിട്ട് നമ്മൾ ഇതിന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ RH കോമ്പാക്റ്റബിലിറ്റി, അതിൽ RH നെഗറ്റീവ് മദർക്ക് RH നെഗറ്റീവ് പോസിറ്റീവായിട്ടുള്ള കുട്ടിയിലേക്ക് കുട്ടി ഉണ്ടാവുന്ന ഒരു അസുഖമാണ് RH ഇൻകോമ്പാക്റ്റബിലിറ്റി. സോ ആ ഒരു കേസിലും നമുക്ക് ഇതിന് ഉപയോഗിക്കാം. അതാണ് നമ്മൾ മെയിൻലി പാസീവ് ഇമ്മ്യൂണിറ്റിയിൽ പറയുന്നത്. അപ്പോൾ എന്താ പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുക, 2 ടൈപ്പ് പറയാം. അതിൽ ഒന്നാമത്തെ കാര്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണെന്നുള്ളത് ഓർക്കുക. രണ്ടാമത്തേൽ നമ്മൾ ആൻറ്റി ടെറ്റനസ് സിറത്തിനെയും TIGനെ കുറിച്ച് പറഞ്ഞു. കൺവലസൻസും പൂൾഡ് ആയിട്ടുള്ള ഹ്യൂമൻ ഗാമ ഗ്ലോബുലിനെ കുറിച്ചിട്ട് പറയുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിൻലി ഈ പാസീവ് ഇമ്മ്യൂണിറ്റിയിൽ പറയുന്നത് കേട്ടോ.